ഹലോ. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ലെസൺ ആണല്ലേ? ആദ്യത്തെ 2 ലെസൺസും കണ്ട് എല്ലാം വ്യക്തമായി മനസ്സിലായോ? ആദ്യമായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ആദ്യത്തെ ലെസണിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കാം. നോട്ട്സിന്റെ ലിങ്കും അവിടെ ഉണ്ടാവും ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് ഒക്കെ വായിച്ച് കാര്യങ്ങൾ പിന്നെയും മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് ചെയ്തോളൂ ട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ഹോംവർക്കിന്റെ ആൻസേഴ്സ് നോക്കട്ടെ ട്ടോ. കുറച്ച് പേര് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ്. അത് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം തന്ന ചോദ്യങ്ങളാണ് അത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. പദ്മ അനുവിൻ്റെ ആരാണ്? അപ്പോൾ ഉത്തരം പദ്മ ഈസ് അനൂസ്. എന്നുവെച്ചാൽ പദ്മ ആരാണ് അനുവിൻ്റെ? കസിൻ ആയിരുന്നു അല്ലേ? അപ്പോൾ പദ്മ ഈസ് അനൂസ് കസിൻ. അനുവിൻ്റെ കസിൻ. അനൂസ് കസിൻ. കസിനാണ്. അപ്പോൾ പദ്മ ഇസ് അനൂസ് കസിൻ. അവിടെ പദ്മ അനൂസ് കസിൻ എന്ന് പറയാൻ പറ്റില്ല, ഇസ് വേണം കേട്ടോ. പദ്മ ഇസ് അനൂസ് കസിൻ. അടുത്തത്, ഹൗ ഇസ് ബാബു റിലേറ്റഡ് ടു പ്രസാദ്? സെൻറ്റൻസ് ഉണ്ടോ? എങ്ങനെയാണ് എന്ന് പറയാനാണ് ഹൗ ഇസ് ആര്? ബാബു എങ്ങനെയാണ് റിലേറ്റഡ് ടു, ബന്ധമുള്ളത് ആരുമായിട്ട്? പ്രസാദ്. ആരാണ് ബാബു പ്രസാദിന്റെ? അപ്പൊ ഉത്തരം എങ്ങനെയാ പറയാ? ബാബു ഇസ് പ്രസാദ്സ് ആരാണ്? ഫാദർ ഇൻ ലോ. തിരിച്ചു പറയണെങ്കിലോ? പ്രസാദ് ഇസ് ബാബുസ് സൺ ഇൻ ലോ. ഓക്കെ. അടുത്തത്, ഹൗ മെനി സിബ്ലിങ്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എത്ര സിബ്ലിങ്സ് അല്ലെങ്കിൽ എത്ര കൂടപ്പിറപ്പുകൾ ആർക്കുണ്ട്? ഡസ് പാറു ഹാവ്. ഹൗ മെനി സിബ്ലിങ്സ് ഡസ് പാറു ഹാവ്? ഇപ്പം ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഉണ്ടാക്കും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ സെൻസസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കും നിങ്ങൾ. അപ്പോൾ അത് പേടിക്കണ്ട കേട്ടോ. അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് വെച്ചാൽ പേടിക്കണ്ട. ഇതൊക്കെ നമ്മളൊന്ന് പരിചയം വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സെൻറ്റൻസസ് ഒക്കെ നമ്മളൊന്ന് കാണണം. അപ്പം നമുക്ക് ചിലപ്പോൾ ഈ സെൻറ്റൻസ് ഉണ്ടാക്കാൻ, ഈ ചോദ്യം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അത് സാരില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്തു വന്നാൽ മതി. ഓക്കെ. ഹൗ മെനി സിബ്ലിങ്സ് ഡസ് പാറു ഹാവ്? അപ്പോൾ നമ്മൾ സിബ്ലിങ്സ് എന്നുള്ള വാക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? കൂടപ്പിറപ്പുകൾ. പാറുവിന് എത്ര കൂടപ്പിറപ്പുകളുണ്ട്? ആരൊക്കെയായിരുന്നത്? ഹൂ ആർ ദേ ആരൊക്കെയാണത്? ഓക്കെ. അപ്പോൾ ഉത്തരം, പാറുവിന് എത്ര സിബ്ലിങ്സ് ഉണ്ട്? ഫോട്ടോ കണ്ടറിയാം. 2 സിബ്ലിങ്സ് അല്ലേ? പാറുവിന് 2 സഹോദരന്മാരുണ്ട്. അപ്പോൾ പാറു ഹാവ് അല്ല, പാറു ഹാസ് 2 സിബ്ലിങ്സ്. പാറു ഹാസ് 2 സിബ്ലിങ്സ്. ഹൂ ആർ ദേ? അവരാരാണ്? പദ്മ ആൻഡ് പ്രീത്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ അത് പറയാം. പാറു ഹാസ് 2 സിബ്ലിങ്സ് പദ്മ ആൻഡ് പ്രീത്. 2 സെൻറ്റൻസ് പറയണമെങ്കിലോ? പാറു ഹാസ് 2 സിബ്ലിങ്സ്, ദേ ആർ പദ്മ ആൻഡ് പ്രീത്. അടുത്ത ചോദ്യം, ഹൗ മെനി കിഡ്സ് ഡു പല്ലവി ആൻഡ് പ്രസാദ് ഹാവ്? ഇത് നമ്മൾ നാട്ടിലൊക്കെ സ്ഥിരം ചോദിക്കണല്ലേ, അവർക്ക് എത്ര കുട്ടികളുണ്ട്? അതാണത്. ഹൗ മെനി കിഡ്സ്, എത്ര കുട്ടികൾ ആർക്കുണ്ട്? ഡു പല്ലവി ആൻഡ് പ്രസാദ് ഹാവ്. എത്രയുണ്ട്? ആരൊക്കെയാണത്? ഹു ആർ ദേ? പല്ലവി ആൻഡ് പ്രസാദ് ഹാവ് 3 കിഡ്സ് അല്ലെ, 3 കുട്ടികളുണ്ട്. പല്ലവി ആൻഡ് പ്രസാദ് ഹാവ് 3 കിഡ്സ്. അവരാരാണ്? ദേ ആർ പദ്മ, പ്രീത് ആൻഡ് പാറു. ഈ സെൻറ്റൻസ് ഞാൻ വേറൊരു രീതിയിൽ ചോദ്യം ചോദിക്കാൻ പോവാം. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം പഠിക്കും. ചോദിക്കട്ടെ, ഹൗ മെനി കിഡ്സ് ഡസ് പല്ലവി ഹാവ്? എന്തായിരുന്നു ആ വ്യത്യാസം 2 സെൻറ്റൻസ് തമ്മിൽ? ഹൗ മെനി കിഡ്സ് ഡു പല്ലവി ആൻഡ് പ്രസാദ് ഹാവ്? ഹൗ മെനി കിഡ്സ് ഡസ് പല്ലവി ഹാവ്? മനസ്സിലായോ? ഞാൻ പല്ലവിയുടെ മാത്രം എടുത്തപ്പോൾ ഒരാളല്ലേ, അപ്പോൾ ഹൗ മെനി കിഡ്സ് ഡസ് പല്ലവി ഹാവ്? ഹൗ മെനി കിഡ്സ് ഡു പ്രസാദ് ആൻഡ് പല്ലവി ഹാവ്? അവർക്ക് രണ്ടുപേരുടെയും കാര്യം ചോദിക്കുമ്പം ഡു ഉപയോഗിക്കുക. കാരണം 2 ആൾക്കാരുടെ കാര്യമാണ് പറയണേ. ഒരാളാണെങ്കിൽ ഹൗ മെനി കിഡ്സ് ഡസ് ഷീ ഹാവ്, ഡസ് പല്ലവി ഹാവ്, ഡസ് പ്രസാദ് ഹാവ്. ഓക്കെ. ഞാൻ വിശദമായിട്ട് അടുത്തതിൽ പറഞ്ഞുതരാം. ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം കുറച്ച് പേര് തെറ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉത്തരം, ഈ ഹാവും ഹാസും. അപ്പോൾ അതൊന്ന് എടുത്ത് പറഞ്ഞാൽ നമ്മളിതൊക്കെ ഇനിയും പഠിക്കും. നമ്മൾ ഇതൊക്കെ പഠിക്കണത് ഗ്രാമർ എടുത്ത് പറഞ്ഞിട്ടല്ല, കോൺവെർസേഷൻസിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വായിലത് വരണം. അല്ലാണ്ട് നിങ്ങൾ 2 ആൾക്കാർ ഇപ്പോൾ ഹാവ്, ഒരാൾ അല്ലെങ്കിൽ ഹാസ് എന്നൊക്കെ ആലോചിച്ച് നിന്നാൽ എപ്പോൾ നമ്മൾ സെൻറ്റൻസ് പറയാനാ? അതാണ് പലർക്കും വായിൽ വരാത്ത ഇംഗ്ലീഷ്. നിങ്ങൾ ഗ്രാമർ കൂടുതൽ പഠിച്ചാൽ
അത് വെച്ചിട്ട് റൂൾസ് ഉണ്ടാക്കി അങ്ങനെ പഠിക്കാം കേട്ടോ. പഠിക്കുന്നത് തെറ്റല്ല. പക്ഷെ അത് സമയം കുറച്ചുകൂടെ എടുക്കും. ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് സ്പീഡ് ആവണം. ഇതാവുമ്പോൾ നമുക്ക് മലയാളത്തിന് ഗ്രാമർ പഠിക്കാണ്ട് തന്നെ നമ്മൾ മലയാളം പറയണില്ലേ, ആ ടെക്നിക്കിൽ ഇങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരം എങ്ങനെയാ? പല്ലവി ആൻഡ് പ്രസാദ് ഹാവ് 3 kids. ദേ ആർ പദ്മ, പ്രീത് ആൻഡ് പാറു. അപ്പോൾ പല്ലവി ആൻഡ് പ്രസാദ് രണ്ടുപേരിലുണ്ട് ഹാവ്. ഇനിയിപ്പോൾ പല്ലവിക്ക് എത്ര കുട്ടികളുണ്ട് എന്നുള്ള ചോദ്യമാണെങ്കിലോ, ഹൗ മെനി കിഡ്സ് ഡസ് പല്ലവി ഹാവ്? അപ്പോൾ പല്ലവി ഹാസ് 3 kids. അപ്പോൾ പല്ലവി മാത്രം, ഒരാൾ മാത്രമാകുമ്പോൾ ഹാസ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ലെസണിലേക്ക് കിടക്കുകയാണ്. ഒരു ആള് ഒരു സ്ഥലത്ത് വരികയാണ്. ആ സ്ഥലത്ത് അനുവും ആര്യയും പിന്നെ ആരായിരുന്നു, മനു ഉണ്ട്. അവരിയ്ക്കുകയാണ്. അവരൊരു സ്ഥലത്തുണ്ട്, അവരുടെ സ്കൂളോ കോളേജോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുക. അവിടെ ഈ 3 പേരുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് ആൾ ചോദിക്കുകയാണ്, അനു ആരാണ്? എങ്ങനെ ചോദിക്കും? ആരാണെന്ന് ചോദിക്കാൻ ഹൂ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ അനു ആരാണ് എന്ന് ചോദിക്കുക. എങ്ങനെ ചോദിക്കാം? അനു എന്ന് ചോദിച്ചാൽ പോരാ. ഹൂ ഇസ് അനു? ഹൂ ഇസ് അനു? ആരാ അനു? ഹൂ ഇസ് അനു? ഹൂ ഇസ് അനു? ഒരുമിച്ച് പറയാം. ഹൂ ഇസ് അനു? ഹൂ ഇസ് അനു? ഓർക്കെ പറയാം കേട്ടോ ഞാൻ പറയുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, അതെ ഇതാണ് അനു. അങ്ങനെ പറയാം, ദിസ് ഇസ് അനു. ഇതാണ് അനു. ദിസ് ഇസ് അനു. ഓക്കെ, ഹൂ ഇസ് അനു? ദിസ് ഇസ് അനു. അപ്പോൾ ഇയാൾ അനുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, അനു ആണോ നിങ്ങൾ? എങ്ങനെ ചോദിക്കുക? ആർ യു അനു? ആർ യു അനു? അപ്പോൾ അനു പറയാം, അതെ, യെസ് ഐ ആം. വേണമെങ്കിൽ യെസ് ഐ ആം അനു എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അതേ എന്ന് മാത്രം പറഞ്ഞാൽ, അതേ ഞാൻ അനു ആണ് എന്ന് മുഴുവൻ പറയണ്ടല്ലോ. യെസ് ഐ ആം. ഈ ഒരു കോൺവെർസേഷൻ, ചെറിയൊരു കോൺവെർസേഷനാണ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കണം അവിടെ ഒന്ന് പരീക്ഷിച്ചാൽ നിങ്ങൾക്കത് എപ്പോഴും ഓർമ്മ നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകൾ ഉണ്ടല്ലോ, ഞാൻ പലരും കണ്ടിട്ടുണ്ട്, ഈ ബേസിക് സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പേടിയായിരിക്കും. ഇതിന് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ പേര് വിളിക്കുക എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മയുടെ പേരെന്താ? ശ്രീകല എന്ന് വിചാരിച്ചോളൂ. ഹൂ ഇസ് ശ്രീകല എന്ന് ഉറക്കെ ചോദിക്കാം. അപ്പോൾ അമ്മ എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം, ദിസ് ഈസ് ശ്രീകല. അപ്പോൾ അമ്മ ഞെട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അമ്മയടുത്ത്, ആർ യു ശ്രീകല? അത് ചെയ്ത് നോക്കൂ. ഹൂ ഇസ് ശ്രീകല? ദിസ് ഈസ് ശ്രീകല. ആർ യു ശ്രീകല? അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കോൺവെർസേഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നല്ല ബെനിഫിഷ്യൽ ആവും. നിങ്ങൾക്ക് വായിലങ്ങോട്ട് വരും ഇംഗ്ലീഷ്. നമ്മൾ ഈ ഗ്രാമർ നോക്കി നിൽക്കാണ്ടേ. ഓക്കെ, അപ്പോൾ സ്ത്രീകളോട് ഉത്തരം വരാൻ പറഞ്ഞോ, യെസ് ഐ ആം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ കഥ തീർന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ വന്ന ആൾ ചോദിക്കാം, ആരെടുത്ത്? അനുവിൻ്റെ അടുത്ത്, ഇത് നിങ്ങളുടെ ക്യാറ്റാണോ പൂച്ചയാണോ? ഇത് നിൻ്റെ പൂച്ചയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂച്ചയാണോ? ഇത് രണ്ടും ഒരേപോലെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. നിൻ്റെ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കുറച്ചൊരു എന്താ പറയുക, ബഹുമാനക്കുറവുള്ള പോലെ തോന്നും. പക്ഷേ ഇംഗ്ലീഷിൽ രണ്ടും യോറാണ്. നിങ്ങളുടെ ക്യാറ്റ്, നിൻ്റെ ക്യാറ്റ്, യോർ ക്യാറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ വന്നാൾ ചോദിക്കുകയാണ്, ഇത് നിൻ്റെ പൂച്ചയാണോ? എങ്ങനെ ചോദിക്കും? ഇസ് ദിസ് യോർ ക്യാറ്റ്? ഇസ് ദിസ് യോർ ക്യാറ്റ്? ഇത് നിൻ്റെ പൂച്ചയാണോ? ഇസ് ദിസ് യോർ ക്യാറ്റ്? അപ്പോൾ അനു പറയാണ്, അതെ എൻ്റെയാണ്, എൻ്റെ ക്യാറ്റാണത്. യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈസ് ദിസ് യുവർ ക്യാറ്റ് എന്ന് ചോദിച്ചു. പക്ഷെ ഉത്തരത്തിൽ യെസ് ദിസ് ഈസ് എന്നല്ല പറയാം, യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ്. എന്നിട്ട് പറയണം, അത് ഇതെൻ്റെ ക്യാറ്റിനാണ്. യെസ് ഇറ്റ്സ് മൈ ക്യാറ്റ്. ഇറ്റ്സ് മൈ ക്യാറ്റ്. എൻ്റെ ക്യാറ്റാണിത്. ഇറ്റ്സ് മൈ ക്യാറ്റ്. പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ഒരു ക്യാറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഈസ് ദിസ് യുവർ ക്യാറ്റ്? അപ്പം നിങ്ങൾ പറയണം, യെസ് ഇറ്റ് ഈസ്. ഇറ്റ്സ് മൈ ക്യാറ്റ്. ഒന്നൂടെ പറയട്ടെ, ഈസ് ദിസ് യുവർ ക്യാറ്റ്? വെരി ഗുഡ്. അപ്പോൾ പിന്നെ ആൾ ചോദിക്കുകയാണേ, നിങ്ങളുടെ പൂച്ചയുടെ പേരെന്താ? എങ്ങനെ ചോദിക്കുന്നത്? നിൻ്റെ പേരെന്താ എങ്ങനെ ചോദിക്കും? വാട്ട്സ് യുവർ നെയിം അല്ലേ? വാട്ട്സ് യുവർ നെയിം. നിൻ്റെ പൂച്ചയുടെ പേരെന്താ എങ്ങനെ ചോദിക്കും? വാട്ട്സ് ദ നെയിം ഓഫ് യുവർ ക്യാറ്റ്? വാട്ട്സ് ദ നെയിം ഓഫ് യുവർ ക്യാറ്റ്? വാട്ട്സ് ദ നെയിം ഓഫ് യുവർ ക്യാറ്റ്? നിൻ്റെ പൂച്ചയുടെ പേരെന്താ? വാട്ട്സ് ദ നെയിം, പേരെന്താണ്? ആരുടെ? ഓഫ് യുവർ ക്യാറ്റ്. വാട്ട്സ് ദ നെയിം ഓഫ് യുവർ ക്യാറ്റ്? അല്ലെങ്കിൽ നമ്മൾ പൂച്ചേനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവളുടെ പേരെന്താ എന്ന് ചോദിക്കാം. വാട്ട്സ് ഹെർ നെയിം?
അവളുടെ. വാട്ട്സ് ഹെർ നെയിം? മനസ്സിലായോ? ആള് ആദ്യം ചോദിക്കുകയാണ്, ഇസ് ദിസ് യുവർ കാറ്റ്? നിന്റെ പൂച്ചയാണോ? അപ്പോൾ അനു പറയാണ്, യാ യെസ് ഇറ്റ് ഈസ് മൈ കാറ്റ്. അപ്പോൾ ആൾ ചോദിക്കുകയാണ്, വാട്ട്സ് ഹെർ നെയിം? അവളുടെ പേരെന്താ? അവിടെ നമ്മൾ പൂച്ചേനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് പൂച്ച ഒരു പെൺപൂച്ചയാണെങ്കിൽ വാട്ട്സ് ഹെർ നെയിം, ആൺപൂച്ചയാണെങ്കിലോ വാട്ട്സ് ഹിസ് നെയിം. ആണുങ്ങൾക്ക് ഹിസ്, അവൻ്റെ, ഹിസ് നെയിം അവൻ്റെ പേര്, അവളുടെ പേര് ഹെർ നെയിം. അങ്ങനെ സ്വാഭാവികം അങ്ങനെ ചോദിച്ചാൽ മതി. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ പൂച്ചേനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഓ പൂച്ച, വാട്ട്സ് ദ നെയിം ഓഫ് യുവർ കാറ്റ്? നിന്റെ പൂച്ചയുടെ പേരെന്താന്ന് ചോദിക്കാം. അല്ലാതെ നേരെ അവിടെ ചെന്നിട്ട് വാട്ട്സ് ഹെർ നെയിം എന്ന് ചോദിച്ചാൽ ആരുടെ പേരെന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഓൾറെഡി സംഭവം അറിയാമെങ്കിൽ വാട്ട്സ് ഹെർ നെയിം. ഓക്കെ. അപ്പോൾ അനു പറയാണ്, അവളുടെ പേര് പേർപ്പിൾ എന്നാണ്. പേർപ്പിൾ ഒരു നിറമാണ്. ചിലർ പൂച്ചയ്ക്ക് ആ പേര് ഇടാറുണ്ട്. അപ്പോൾ പൂച്ചയുടെ പേര് പേർപ്പിൾ എന്നാണ്. എങ്ങനെ പറയും? അവളുടെ പേര് പേർപ്പിൾ എന്നാണ്. ഹെർ നെയിം ഇസ് പേർപ്പിൾ. ഹെർ നെയിം ഇസ് പേർപ്പിൾ. അവളുടെ പേര് പേർപ്പിൾ എന്നാണ്. ഹെർ നെയിം ഇസ് പേർപ്പിൾ. അപ്പോൾ ഓഫീസർ ചോദിക്കാം, ഇത് നിങ്ങളുടെ ചാവികളാണോ എന്ന് ചോദിക്കും. ചാവികൾ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടല്ലേ, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ആർ ദീസ് യോർ കീസ്? ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ, ആർ ദീസ് യോർ കീസ്? ഈ ചാവികൾ നിങ്ങളുടെ ആണോ? ആർ ദീസ് യോർ കീസ്? നേരത്തെ ഈസ് ദിസ് യോർ കാറ്റ്? ഇത് നിങ്ങളുടെ പൂച്ചയാണോ എന്ന് ചോദിച്ചു. ഇപ്പം അങ്ങനെയല്ല, കുറേ പൂച്ചകളുണ്ടെന്ന് പറയുന്ന പോലെ കുറേ ചാവികളുണ്ട്. അപ്പോൾ ഈസ് ദിസ് യോർ കീ എന്ന് ചോദിച്ചാൽ പോരാ. ആർ ദീസ്, കുറേ എണ്ണം ഉള്ളത്, ആർ ദീസ് യോർ കീസ്? അപ്പം അനു പറയാണ്, അല്ല, എൻ്റെ അല്ല എന്ന് പറയും. നോ ദേ ആർ നോട്ട് മൈൻ. നേരത്തെ നമ്മൾ ഈസ് ദിസ് യുവർ കാറ്റ്? യെസ് ഇറ്റ് ഇസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവിടെ ഈസ് ദിസ് എന്ന് ചോദിച്ചപ്പോൾ ദിസ് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറ്റ് ഉപയോഗിച്ചു. ഇവിടെ ദീസ് എന്നാ, ഇവ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ഇറ്റല്ല ഉപയോഗിക്കുക, ദേ. നോ ദേ ആർ നോട്ട് മൈൻ. ഇറ്റ് ഇസ് നോട്ട് മൈൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനമേ ഉള്ളൂ എന്നുള്ള അർത്ഥം വരും. കുറേ കീസ് ഇല്ലേ, അതുകൊണ്ട് ദേ ആർ നോട്ട് മൈൻ. ആർ ദീസ് യുവർ കീസ്? നോ ദേ ആർ നോട്ട് മൈൻ. എനിക്ക് തോന്നണം ഇത് ആര്യയുടെ ആണെന്നാ. എങ്ങനെ പറയും? ഐ തിങ്ക് ദേ ആർ ആര്യാസ്. ഐ തിങ്ക് ദേ ആർ ആര്യാസ്. ഐ തിങ്ക് ദേ ആർ ആര്യാസ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ആര്യ അടുത്ത് പോയിട്ട്, ആര്യ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കും. ഹായ് ആര്യ, ആർ ദീസ് യോഴ്സ്? നിങ്ങളുടേത്. ആർ ദീസ് യോർ കീസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കണമെങ്കിൽ, ഇത് നിങ്ങളുടെ ചാവികളാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ ദീസ് യോർ കീസ്. ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ ദീസ് യോഴ്സ്. ഒന്നുമില്ലെങ്കിൽ യോർ കീസ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യോസ്, ചാവികൾ എന്നുള്ള വാക്ക് എടുത്ത് പറയാതിരിക്കാൻ യോസ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടേതാണോ? ആർ ദീസ് യോസ്? അപ്പോൾ ആരെന്ന് പറഞ്ഞേ? അതെ, എൻ്റേതാണ് ഇതൊക്കെ. യെസ് ദേ ആർ മൈൻ. യെസ് ദേ ആർ മൈൻ. അപ്പോൾ അതിലൊരു ചാവി നോക്കുമ്പോൾ ആര്യ, അതെൻ്റെ അല്ല, ആര്യയുടെ അല്ലത്. അപ്പോൾ പറയാം, അയ്യോ ഇത് മനുവിൻ്റെ ആണ്. കുറേ ചാവികളുണ്ടായിരുന്നില്ലേ, അതെല്ലാം ആരുടെ ആയിരുന്നു? ഒരെണ്ണം ആരുടെ ആയിരുന്നു? മനുവിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി പറയണം, ആര്യ പറയാണ്, ഇത് മനുവിൻ്റെ. ആ ദിസ് ഇസ് മനൂസ്. ദിസ് ഇസ് മനൂസ്. ഇത് മനുവിൻ്റെ. അപ്പോൾ ഉണ്ടോ, ദിസ് ഇസ് മനൂസ്. ഈ 2-3 മനുവിൻ്റെ ആയിരുന്നെങ്കിലോ, ദീസ് ആർ മനൂസ്, അങ്ങനെ പറയായിരുന്നു. ഓക്കെ. അപ്പോൾ ആര്യ ഇത് മനുവിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അനു പറയാണ്, ഇത് അവൻ്റെ അല്ല. എങ്ങനെ പറയാ? ദിസ് ഇസ് നോട്ട് ഹിസ്. ദിസ് ഇസ് നോട്ട് ഹിസ്. അവൻ്റെ അല്ല. അവൻ്റെ ചാവി കറുപ്പാണ്. ഹിസ് കീ ഇസ് ബ്ലാക്ക്. ഹിസ് കീ ഇസ് ബ്ലാക്ക്. ഇത് ചോപ്പാണ്. ദിസ് വൺ, ഈ ഒരു സാധനം നമ്മൾ മലയാളത്തിൽ ഇതെന്ന് പറയുള്ളൂ അല്ലേ, പക്ഷെ ഈ ഒരെണ്ണം ചോപ്പാണെന്നുള്ള രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ദിസ് വൺ ഇസ് റെഡ്. അപ്പം എന്താ പറയണത്? അവൻ്റെ ചാവി കറുപ്പാണ്, ഇത് ചോപ്പാണ്. ഹിസ് കീ ഇസ് ബ്ലാക്ക്. ദിസ് വൺ ഇസ് റെഡ്. ഓക്കെ. അപ്പോൾ ആര്യ പറയാണ്, ആര്യ ഈ കളറിനെ കുറിച്ച് വളരെ സെൻസുള്ള ആളാണ്. അപ്പോൾ ആൾ പറയാണ്, ചോപ്പ്, ഇത് ചോപ്പല്ല, ഇത് പിങ്കാണ്. അങ്ങനെ പറയണേ. ഇറ്റ്സ് നോട്ട് റെഡ്, ഇറ്റ്സ് പിങ്ക്. ഇറ്റ്സ് നോട്ട് റെഡ്, ഇറ്റ്സ് പിങ്ക്.
ഇതിൽ ഈ ചെറിയ കോൺവെർസേഷൻ ആണെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങൾ ഹിസ്, യോസ്, ഹെർ, ഹേഴ്സ്, മൈൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് ഇംഗ്ലീഷിൻ്റെ ബേസിക് അറിയാത്തവർ എപ്പോഴും തെറ്റിക്കണ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ഒരു കോൺവെർസേഷൻ രൂപത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഈ കോൺവെർസേഷൻ ഞാൻ ലിങ്ക് കൊടുക്കാം താഴെ PDF ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ ഡോക്സിൽ ഒരു കോൺവെർസേഷനായിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞിട്ട് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. ആദ്യത്തെ ക്ലാസ് മുതൽക്കുള്ള നോട്ട്സ് ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് അത് നന്നായിട്ട് ഉറക്കെ വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വായിലിത് വരും. ഓക്കെ, അപ്പോൾ അത് ഉറക്കെ വായിക്കണേ. കൊടുത്തിട്ടുണ്ട് സാധനം കേട്ടോ. അത് എഴുതിയെടുക്കേണ്ട കാര്യമില്ല, എഴുതിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ വന്ന ആൾ ചോദിക്കുകയാണ്, ഇതോ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇതിൻ്റെ കാര്യമോ? അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇവയോ എന്ന് ചോദിക്കേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ ഇവയൊക്കെ വിട്ടൂലേ? ആരെങ്കിലും മലയാളത്തിൽ ഇവ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇവയുടെ കാര്യമോ അല്ലെങ്കിൽ ഇവയോ അങ്ങനെ പറയാറില്ല. എത്ര സാധനങ്ങളിൽ നമ്മൾ ഇതോ എന്ന് ചോദിക്കാറുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറ്റില്ല. ഇതിൻ്റെ കാര്യമോ അങ്ങനെ ചോദിക്കണമെങ്കിൽ വാട്ട് അബൌട്ട് ദീസ്, കുറേ ഇനി വേറെ സാധനങ്ങളുണ്ട്. വാട്ട് അബൌട്ട് ദീസ്, എന്താ ഇതിൻ്റെ അവസ്ഥ, എന്താ ഇതിൻ്റെ കാര്യം, എന്താ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടി വാട്ട് അബൌട്ട് ദീസ്. അപ്പോൾ ആര്യ പറയാണ്, അയ്യോ അതൊക്കെ എൻ്റെയാണ്. എങ്ങനെ പറയാ? ദേ ആർ ഓൾ മൈൻ, അതെല്ലാം എൻ്റെയാണ്. ദേ ആർ ഓൾ മൈൻ. അപ്പം അനു പറയാണ്, ഇരിക്കണില്ലേ അതൊക്കെ മനുവിൻ്റെ പുസ്തകങ്ങളാണ്. എങ്ങനെ പറയാ? അപ്പം അടുത്തിരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ ദീസ് എന്ന് പറയാം, ദൂരെ ഇരിക്കുകയാണെങ്കിൽ ദോസ് എന്ന് പറയാം. ഇരിക്കുന്ന പുസ്തകങ്ങൾ അത് പക്ഷെ മനുവിൻ്റെ ആണ് കേട്ടോ. ദോസ് ആർ മനൂസ് ബുക്സ്. ആര്യ ഇതെല്ലാം എൻ്റെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ദേ ആർ ഓൾ മൈൻ. അപ്പം അനു പറയാണ്, ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ മനുവിൻ്റെയാണ്. ദോസ് ആർ മനൂസ് ബുക്സ്. അപ്പം ആര്യ പറയാ, അത് ശരിയാ, അതൊക്കെ അവൻ്റെയാ. യെസ്, ദേ ആർ ഹിസ്, ദേ ആർ ഹിസ്. അപ്പം ഇതിൽ കുറച്ചൊരു കാര്യം പറഞ്ഞുതരാം. ഇത് എന്ന് പറയാൻ ദിസ്, ദൂരെ ഇരിക്കുന്ന സാധനമാണെങ്കിൽ ദാറ്റ്. ഒരിക്കൽ നമ്മൾ ദിസ് എന്നോ ദാറ്റ് എന്നോ പറഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി അല്ലേ? ദിസ് ഇസ് റെഡ്, അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് നോട്ട് മൈൻ. ദിസ് ഇസ് നോട്ട് മൈൻ എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇറ്റ് ഇസ് നോട്ട് മൈൻ, ഇറ്റ് വെച്ച് പറഞ്ഞാൽ മതി. അടുത്ത് കുറേ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഇവ എന്ന് പറയാൻ ദീസ്. ദൂരെയാണ് ഇരിക്കുന്നെങ്കിൽ ദോസ്. ഒരിക്കൽ നമ്മൾ ദീസ് ബുക്സോ ദോസ് ബുക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? ദേ അല്ലേ? ദോസ് ആർ മനൂസ് ബുക്സ്. യെസ്, ദേ ആർ ഹിസ്, ദേ ആർ ഹിസ്. അപ്പോൾ ദേ എന്ന് വെച്ചാൽ അവ എന്നുള്ള അർത്ഥം വന്നു ഇവിടെ. മനസ്സിലായല്ലോ? അപ്പോൾ മനു ഈ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. മനു ചോദിക്കുകയാണ്, അത് ആരാണ്? അത്. അത് എന്ന് പറയാൻ ഇത് എന്ന് പറയാൻ ദിസ്, അത് എന്ന് പറയാൻ ദാറ്റ്. അതാരാണ്? ആരാണ് ചോദിക്കാൻ ഹൂ ഇസ് ദാറ്റ്, അതാരാണ്? അപ്പം നേരത്തെ വന്ന് ഇതൊക്കെ ചോദിച്ച് തന്ന മനുഷ്യനില്ലേ, അയാൾ പോവുകയാണ്. അപ്പം മനു അതാരാണെന്ന് ചോദിക്കുക, ഹൂ ഇസ് ദാറ്റ്. അപ്പം അനു പറയാം, അയാൾ ഒരു പോലീസ് ഓഫീസറാണ്. എങ്ങനെ പറയാം? ഹി ഈസ് എ പോലീസ് ഓഫീസർ. ഹി ഈസ് എ പോലീസ് ഓഫീസർ. പോലീസ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പോലീസ് എന്ന് മലയാളത്തിലേ പറയുള്ളൂ, പോലീസ് എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ചെറുതായിട്ട് ലീസ്, പോലീസ്. ഹി ഈസ് എ പോലീസ് ഓഫീസർ. ഓക്കെ, ഹിന്ദിയിൽ കറക്റ്റായിട്ടാണ് പറയാൻ തോന്നുന്നു, പുല്ലീസ് എന്ന് പറഞ്ഞാൽ എന്തോ അല്ലേ ഹിന്ദിയിൽ പറയാം, പോലീസ്. പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ, ഞാൻ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഹൂസ് ദാറ്റ്, അതാരാണ്? ഹൂസ് ദാറ്റ് പറഞ്ഞു നോക്കൂ, ഹൂസ് ദാറ്റ്? ഹീസ് എ പോലീസ് ഓഫീസർ. അപ്പോൾ മനു പറയാണ്, അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ആരാ? ഹൂ ആർ ദേ? അവര് എന്ന് പറയാൻ ദേ എന്നാ ഉപയോഗിക്കാം. ഹൂ ആർ ദേ? നിൽക്കുന്ന കുറേ ചങ്ങായിമാർ, അത് ആരാ? ഹൂ ആർ ദേ? അപ്പം അനു പറയാ, അവര് എൻ്റെ ഫ്രണ്ട്സാ. എന്നെ പറയാ, ദേ ആർ മൈ ഫ്രണ്ട്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. അവൻ സാം ആണ്. എങ്ങനെ പറയാ? ഹീ ഈസ് സാം. ഹീ ഈസ് സാം. അവനൊരു സയൻറ്റിസ്റ്റ് ആണ്. എങ്ങനെ പറയാ? ഹീ ഈസ് എ സയൻറ്റിസ്റ്റ്. ഹീ ഈസ് സാം. ഹീ ഈസ് എ സയൻറ്റിസ്റ്റ്. അപ്പോൾ പ്രൊഫഷന് മുമ്പായിട്ട് ആൻഡ് മുതലായ വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഒരു എന്ന് പറയാൻ, അവനൊരു സയൻറ്റിസ്റ്റ് ആണ്. ഹീ ഈസ് എ സയൻറ്റിസ്റ്റ്. അവള് ലീന, അവളൊരു ടീച്ചറാണ്. എങ്ങനെ പറയാ? നേരത്തെ സെൻറ്റൻസ് കണ്ടിട്ട് അതേപോലെ പറയൂ. അവള് ലീനയാണ്. ഷീ ഈസ് ലീന. അവളൊരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ. ഇനി ഒരാളൂടെ ഉള്ളൂ, റോബ്. അവൻ റോബാണ്.
അവനൊരു എഞ്ചിനീയറാണ്. റോബ് എന്നൊരു പേരുണ്ട് കേട്ടോ. അപ്പോൾ അവൻ റോബാണെന്ന് എങ്ങനെ പറയും? ആൻഡ് അവസാനം ഒരാൾ കൂടി ഉള്ളൂ. അപ്പോൾ ആൻഡ് ഹീസ് റോബ്. അവനൊരു എഞ്ചിനീയർ ആണെന്ന് എങ്ങനെ പറയും? ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഹീസ് എ സയൻറ്റിസ്റ്റ്, ഷീസ് എ ടീച്ചർ എന്ന് പറഞ്ഞു. പക്ഷേ എഞ്ചിനീയറിന് എഞ്ചിനീയർ എന്നല്ലേ സൗണ്ട്? ഹീസ് ആൻ എഞ്ചിനീയർ എന്നാ പറയാം. എന്താ കാരണം? ഈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. ഇത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എ ഇ ഐ ഒ യുന് മുമ്പ് ഒരു എന്നുള്ള വാക്ക് പറയുകയാണെങ്കിൽ, ഒരു എഞ്ചിനീയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആൻ എഞ്ചിനീയർ എന്നാണ് ചേർക്കുക. അങ്ങനെയല്ല അതിൻ്റെ റീസൺ. ശബ്ദമാണ് നോക്കേണ്ടത്. എ ഇ ഐ ഒ യു അല്ല നോക്കേണ്ടത്. അത് ഉണ്ടാക്കുന്ന ശബ്ദം. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എ എന്നുള്ള സൗണ്ടല്ലേ ആദ്യം വരുന്നത്. അപ്പോൾ ഹീസ് ആൻ എഞ്ചിനീയർ. നമ്മൾ ആ ശബ്ദം സൗണ്ട് ആ എ ഇ ഒ ഉ അങ്ങനത്തെ ഏതെങ്കിലും സൗണ്ട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ആൻ എന്നുള്ള വാക്കാണ് ഇടുക. ഒരുന്ന് ചേർക്കണമെങ്കിൽ, ഒരു അവസാനം എന്ന് പറയണമെങ്കിൽ. ഇപ്പോൾ ഓറഞ്ച്, ഒരു ഓറഞ്ച് എന്ന് പറയണമെങ്കിൽ ഓ എന്നുള്ള സൗണ്ട് അല്ലേ ഓറഞ്ചിന്. അപ്പോൾ ആൻ ഓറഞ്ച്. എക്സ്റേ, ഒരു എക്സ്റേ എന്ന് എങ്ങനെ പറയും? എക്സ്റേ. സ്റ്റാർട്ടിങ് സൗണ്ട് ഇതാ എ. എക്സ്റേ. അപ്പം നമ്മൾ എ എന്നുള്ള സൗണ്ട് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ആ എ ഇ ഒ ഉ. ഇത് ഏതെങ്കിലും ശബ്ദങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരികയാണെങ്കിൽ, ആദ്യത്തെ ശബ്ദം ഇതാണെങ്കിൽ ആൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ആൻ എക്സ്റേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എ ഐ ഒ യു ലെറ്റേഴ്സ് നോക്കിയിട്ടല്ല, ആ എ ഇ ഒ ഉ സൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ആൻ എന്നുള്ള വാക്ക് ചേർക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കണം. കാരണം എക്സ്റേയുടെ ആദ്യത്തെ അക്ഷരം എക്സ് അല്ലേ, എന്നിട്ട് നമ്മൾ ആൻ എക്സ്റേ എന്നും ആണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത് എപ്പോഴും ഓർമ്മയിൽ വേണം കേട്ടോ. സൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഇനി നമ്മൾ ഈ 3 ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പരിചയപ്പെട്ടു അല്ലേ, ഇവരാരാണെന്നൊക്കെ നമ്മുടെ അടുത്ത് അനു പറഞ്ഞു തന്നു. ഇനി കുറച്ചുകൂടെ മനു ചോദിക്കണം അവരെക്കുറിച്ച്. എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്? എങ്ങനെ ചോദിക്കാം? എവിടെ എന്ന് പറയാൻ വേർ. മനു എന്താ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്? അവർ എന്ന് പറയാൻ ദേ. വേർ ഡു ദേ വർക്ക്? വേർ ഡു ദേ വർക്ക് എങ്ങനെ പറയാം? അനു എങ്ങനെ പറയാം? അവരോട് ചോദിക്കാം വായോ എന്ന് പറഞ്ഞിട്ട് അനു പറയാം. അവരോട് ചോദിക്കാം നമുക്ക്. എങ്ങനെ പറയാം? ലെറ്റ്സ് ആസ്ക് ദം. നമുക്ക് എന്നാ അവരോട് ചോദിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം വായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ലെറ്റ്സ് എന്താ കാര്യം എന്ന് പറയാം. ലെറ്റ്സ് ആസ്ക് ദം. ചോദിക്കാം, ചോദിക്കുക, ആസ്ക്. ലെറ്റ്സ് ആസ്ക് ദം. ലെറ്റ്സ് ആസ്ക് ദം. ഓക്കെ. ഇതിൽ ലെറ്റ്സ് ആസ്ക് ദം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ ക്ക് എന്നുള്ള സൗണ്ട് കേൾക്കാൻ ഇടയില്ല. ലെറ്റ്സ് ആസ്ക് ദം. ആസ്ക് ദം. കണ്ടോ, ക്ക് എന്നുള്ള സൗണ്ട് അങ്ങോട്ട് പോയി. കാരണം നമ്മൾ ഓരോന്നും പറക്കി പറക്കി മലയാളത്തിൽ പറയില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പറയില്ല അല്ലേ. മലയാളത്തിൽ ഇപ്പോൾ ഞാൻ പോവാൻ വിചാരിച്ചാ, ഞാൻ പോകുവാൻ വിചാരിച്ചതാ എന്നൊക്കെ ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഒരു അസ്വാഭാവിക ഫീലിംഗ് വരുന്നില്ലേ? ഞാൻ പോകാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു നാച്ചുറലായി തോന്നുന്നില്ലേ? അതുമാതിരി നാച്ചുറലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ചില സൗണ്ടൊന്നും കേൾക്കില്ല. അതിനൊക്കെ ഒരു എന്താ പറയുക, കോഴ്സുകൾ തന്നെ ഉണ്ട് ഇതെടുത്ത് പഠിക്കാവുന്നത്. ഏത് സൗണ്ട് പോവും, എന്തൊരുമിച്ച് വരുമ്പോൾ എവിടെ സ്ട്രെസ് കൊടുക്കണം. അപ്പം ഞാൻ ഒരു കോഴ്സായിട്ട് പറയാണ്ട് ഇത് നമ്മുടെ കോൺവെർസേഷൻസിൽ വരുമ്പോൾ ഞാൻ എടുത്ത് പറയാം. അപ്പം നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഞാൻ പണ്ടൊരു കുട്ടീനെ പഠിപ്പിച്ചപ്പം അവൻ പോയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസ്. ഡിഡ് ഹീ ഗോ അല്ലേ? ഇത് പറയുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പാടായിരുന്നു. ഡിഡ് ഹീ ഗോ എന്ന് പറയുമ്പോൾ ആളുടെ ചിലപ്പോൾ വെപ്പുകളൊക്കെ പുറത്ത് തെറിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് പറയണ്ട, കുറച്ച് സിമ്പിളായിട്ട് പറയാം. എങ്ങനെ പറയാം? ഡിഡി ഗോ. ഡിഡി ഡിഡി എന്ന് പറഞ്ഞാൽ മതി. ഡിഡ് ഹീ എന്ന് എടുത്ത് പറയാം. ഡിഡി ഗോ. ഡിഡി ഗോ. അപ്പോൾ ഒരു പല്ലും തെറിക്കില്ല, അവിടെ തന്നെ ഇരിക്കെല്ലാം. അങ്ങനെ കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ ഡിഫിക്കൽട്ട് ആവുന്നത് ഇങ്ങനെ ഓരോന്നും പെറുക്കി പെറുക്കി പറയുമ്പോഴാണ്. നമുക്ക് കാഷ്വലായിട്ട് സംസാരിക്കേണ്ട ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത്. അതാണ് നമ്മളിവിടെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ. സോ ലെറ്റ്സ് ആസ്ക് ദം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അനു പോയിട്ട് ഹേയ് എവിടെയാണ് നിങ്ങളൊക്കെ ജോലി ചെയ്യണത്? അങ്ങനെ ചോദിക്കാം. വേർ ഡു യു ഓൾ വർക്ക്? നിങ്ങളെല്ലാവരും എവിടെയാണ് വർക്ക് ചെയ്യണത്? വേർ ഡു യു ഓൾ വർക്ക്? വേർ ഡു യു ഓൾ വർക്ക്? അപ്പോൾ വേർ ഡു യു വർക്ക് എന്ന് വെച്ചാൽ നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാവരുടെയും അറിയണം. അതുകൊണ്ട് വേർ ഡു യു ഓൾ വർക്ക്? അപ്പോൾ സാം പറയാണ്, ഞാൻ കൊച്ചിയിലൊരു ലാബിലാണ് വർക്ക് ചെയ്യണത്. എങ്ങനെ പറയാം? ഐ വർക്ക് ഇൻ എ ലാബ്
ഇൻ കൊച്ചി. കൊച്ചിയിൽ എന്ന് പറയാൻ ഇൻ കൊച്ചി. ഒരു ലാബിലാണ് വർക്ക് ചെയ്യണത്. ഇൻ എ ലാബ്. ഇൻ എ ലാബ്. ഇൻ എ ലാബ്. ഐ വർക്ക് ഇൻ എ ലാബ് ഇൻ കൊച്ചി. ലീന എന്താ പറയണേ? ലീന ടീച്ചറാണല്ലോ. ഒരു മാഹിയിൽ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. കുട്ടികളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യണേ, ചെറിയ കുട്ടികളുടെ കൂടെ. അപ്പം എങ്ങനെ പറയണത്? ആദ്യം സ്കൂളിൽ, മാഹിയിൽ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. എങ്ങനെ പറഞ്ഞു നോക്കൂ? ഐ വർക്ക് ഇൻ എ സ്കൂൾ ഇൻ മാഹി. ഓക്കെ, ഐ വർക്ക് ഇൻ എ സ്കൂൾ ഇൻ മാഹി. കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാണ്. പൊതുവെ ഞാൻ കുട്ടികളുടെ കൂടെയാണ് വർക്ക് ചെയ്യാറ്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാകുമ്പോൾ അങ്ങനെ പറയില്ലേ, ഞാൻ കുട്ടികളുടെ കൂടെയാണ് മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ മോസ്റ്റ്ലി വർക്ക് വിത്ത് ചിൽഡ്രൻ. വിത്ത് ചിൽഡ്രൻ, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഓരോ പ്രൊഫഷനിലും ഓരോരോ ആൾക്കാരുടെ കൂടെയല്ലേ വർക്ക് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാർ ഐ വർക്ക് വിത്ത് മൂവി സ്റ്റാർസ്. ചില ആൾക്കാരുടെ പ്രൊഫഷൻ അങ്ങനെയാണ്. മൂവി സ്റ്റാർസിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരോ അവർക്ക് വേണ്ടിയിട്ട് ഫിറ്റ്നസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഐ വർക്ക് വിത്ത് മൂവി സ്റ്റാർസ്. ടീച്ചർ എന്താ ചെയ്യണേ? ഷി വർക്ക്സ് വിത്ത് ചിൽഡ്രൻ. ആനിമൽ ഡോക്ടർ ആണെങ്കിൽ, വെറ്റ് ആണെങ്കിൽ എന്താ പറയുക? ഐ വർക്ക് വിത്ത് ആനിമൽസ്. റോബ് എന്താ പറയണേ? എഞ്ചിനീയർ അല്ലേ, കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് വർക്ക് ചെയ്യാറ്. ഐ വർക്ക് ഓൺ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. എൻ്റെ ഓഫീസ് ചെന്നൈയിലാണ്. എങ്ങനെ പറയാ? മൈ ഓഫീസ് ഇസ് ഇൻ ചെന്നൈ. മൈ ഓഫീസ് ഇസ് ഇൻ ചെന്നൈ. അപ്പം മനു പറയാ, എൻ്റെ സഹോദരനും ചെന്നൈയിലാണ് കേട്ടോ. അങ്ങനെ പറയാ, എൻ്റെ സഹോദരൻ. മൈ ബ്രദർ, അയാളും ഇസ് ഓൾസോ എവിടെ? ചെന്നൈയിലാണ്. ഇൻ ചെന്നൈ. മൈ ബ്രദർ ഇസ് ഓൾസോ ഇൻ ചെന്നൈ. അവൻ അവിടെ ഒരു ഷെഫാണ്. എങ്ങനെ പറയാ? ഹീസ് എ ഷെഫ്. ഹീസ് എ ഷെഫ്. ഞാൻ പറയാം, ഷെഫ് എന്ന് പറയുമ്പോൾ ഏത് സൗണ്ടാണ് വരുന്നത്? ഷ്. അപ്പോൾ എ ഷെഫ്, ഒരു ഷെഫാന്ന് പറയാൻ ഹീസ് എ ഷെഫ്. അപ്പം ആര് പറയാ? എൻ്റെ സഹോദരനും ചെന്നൈയിലാണെന്നേ. എങ്ങനെ പറയാ? മൈ ബ്രദർ ഇസ് ഓൾസോ ഇൻ ചെന്നൈ. എൻ്റെ അനിയനും അല്ലെങ്കിൽ ഏട്ടനും, സഹോദരനെ അർത്ഥമുള്ളൂ അല്ലേ, മൂത്തതാവാം ഇളയതാവാം. എൻ്റെ സഹോദരനും ചെന്നൈയിലാണ്. മൈ ബ്രദർ ഇസ് ഓൾസോ ഇൻ ചെന്നൈ. ആളൊരു വെറ്റാണ്, എന്നുവെച്ചാൽ വെറ്റിനറി ഡോക്ടർ. അപ്പം എങ്ങനെ പറയാ? ഹീ ഈസ് എ വെറ്റ്. ആള് ആനിമൽസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹി വർക്ക്സ് വിത്ത് ആനിമൽസ്. ഞാനിത് എന്താ പറയുക, ഇതിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല. വെറ്റാകുമ്പോൾ പിന്നെ എന്താ പറയുക, റോബോട്ട്സിൻ്റെ കൂടെ അല്ല വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം, ആനിമൽസ് ആയിരിക്കും. ഞാനിത് എങ്ങനെയായി, ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഐ വർക്ക് വിത്ത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂവി സ്റ്റാർ ആരാ, നസ്രിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ പറയാം. ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോരോ മൂവി സ്റ്റാർസിന് ഓരോരോ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു എന്താ പറയുക, മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനറോ ഒക്കെ ഉണ്ടെങ്കിൽ ഐ വർക്ക് വിത്ത് ഇന്നൊരാൾ. നിങ്ങൾ ആരുടെ കൂടെ വർക്ക് ചെയ്യണേ? നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുക? ഐ വർക്ക് വിത്ത് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, ടീച്ചേഴ്സിൻ്റെ കരിക്കുലം ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ ഐ വർക്ക് വിത്ത് ടീച്ചേഴ്സ്. അല്ലെങ്കിൽ ഐ വർക്ക് വിത്ത് ബിസിനസ്മെൻ. ബിസിനസ്സുകാരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ഐ വർക്ക് വിത്ത് ബിസിനസ്മെൻ. മനസ്സിലായോ? അങ്ങനെ പറയാം. ഇതൊക്കെ പറയുമ്പോൾ അനു ചോദിക്കുകയാണ്, സമയത്രയായി എന്ന് ചോദിക്കും. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ, അല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല സെൻറ്റൻസ്. വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? എത്ര മണിയായി? സമയം എത്രയായി? വാട്ട് ടൈം ഇസ് ഇറ്റ്? അപ്പം മനു പറയാണ് 5:15 കേട്ടോ. എങ്ങനെ പറയാം? ഇറ്റ്സ് 5:15 എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ രീതിയാണ് ഇറ്റ്സ് 5:15. ഈ 15 മിനിറ്റിന് ക്വാർട്ടർ എന്ന് പറയും. പാസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞു. ഇറ്റ്സ് 5:15. 5 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു, ഒരു ക്വാർട്ടർ കഴിഞ്ഞു. ഇറ്റ്സ് 5:15. ആര് പറയാണ്, അയ്യോ എനിക്ക് 5:45 ക്ലാസ് ഉണ്ട്. എങ്ങനെ പറയാ? എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ്. എന്താണുള്ളത്? ക്ലാസ്. ഐ ഹാവ് എ ക്ലാസ്. എത്ര മണിക്ക്? അറ്റ് 5:45. 5:45. അതിപ്പോൾ എങ്ങനെ പറയാ? 5:45. ഐ ഹാവ് എ ക്ലാസ് അറ്റ് 5:45. എനിക്കിപ്പോൾ പോകണം. എന്താ പറയാ? ഐ ഹാവ് ടു ഗോ നൗ. മനസ്സിലായോ? ഇപ്പോൾ സമയം പറയുന്ന കാര്യങ്ങളും നമ്മളിതിൽ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കാൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ കാൽഭാഗം 15 മിനിറ്റ് ആയതുകൊണ്ട് 5:45 എന്ന് പറഞ്ഞാൽ 6 ആവാൻ ക്വാർട്ടർ 15 മിനിറ്റ്. അപ്പോൾ 5:45 എന്നർത്ഥം. അപ്പോൾ ഈ ക്വാർട്ടർ ഉപയോഗിച്ച ആൾക്കാർ എസ്പെഷ്യലി ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ വളരെയധികം സംസാരിക്കും. അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോളൂ.
നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ 5:45 എന്ന് പറഞ്ഞാൽ 6:15 എന്ന് വിചാരിക്കരുത്, 5:45 അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. സമയം എത്രയായി? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് 5:30 അര ഏതാ? ഹാഫ്. അപ്പോൾ ക്വാർട്ടർ പോലെ നിങ്ങൾ ഹാഫ് എഴുതുക. 5:30 ആയി എന്ന് പറയണം. എനിക്ക് 6:15 ഒരു ബസ് ഉണ്ട്, ഇതും പറയണം. അപ്പോൾ നേരത്തെ ആര്യ പറഞ്ഞില്ലേ എനിക്ക് 5:45 ക്ലാസ് ഉണ്ടെന്ന്. ഐ ഹാവ് എ ക്ലാസ് അറ്റ് 5:45. അതുപോലെ ഇത് 6:15 ഒരു ബസ് ഉണ്ട്, എങ്ങനെയാ പറയാ? അടുത്ത ക്ലാസ്സിൽ നമുക്കിതൊക്കെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ലെസൺ നോട്ട്സ് എടുത്ത് നോക്കി, അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കോഴ്സിൻ്റെ. അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യത്തെ ലെസൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.